ഗായ്സ്, ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു സ്റ്റേക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വ്ളോഗ് തുടങ്ങുമല്ലേ? സോ വെൽക്കം ടു അവർ സ്റ്റേക്കേഷൻ വ്ളോഗ്. ഈ പഞ്ചായത്തിലെ എല്ലാ സാധനങ്ങളും ഈ കാറിൻ്റെ ഡിക്കിക്കകത്തുണ്ടാവും. ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇരിക്കട്ടെന്നേ. അങ്ങനെ ഞങ്ങൾ കുട്ടീനെയും പെട്ടീനെയും ചട്ടീനെയും എല്ലാം പാക്ക് ചെയ്ത് യാത്ര തുടങ്ങി ഗൈസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1 hour ട്രാവലേ ഉള്ളൂ. അടുത്താണ്. ഇതാണ് ഗൈസ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ എൻട്രൻസ് ഗേറ്റ്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ എന്ന് പറയുമ്പോൾ സൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ എൻട്രൻസ് ഗേറ്റ് ഇതാണ്. പിന്നെ ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡാമെന്ന് കേട്ട് നിങ്ങൾ ഞെട്ടരുത്. ഇവിടുത്തെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് വെള്ളമെല്ലാം വറ്റി വരണ്ട് കിടക്കുവാണ് ഗൈസ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന കുറച്ച് മരുഭൂമി കാഴ്ചകളാണ് ഗൈസ്. മരുഭൂമിയല്ല, എന്നാൽ മരുഭൂമിയാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് ഈ സ്റ്റേക്കേഷൻ. ഞാനും ഇത് അതിശയിച്ചായിരുന്നു ഗൈസ്. കാരണം ഫുൾ ഇങ്ങനെ വറ്റി വരണ്ടിരിക്കും. എന്ന് വിചാരിച്ചു മരുഭൂമിക്കിടയിൽ എവിടെയും ഒരു സ്റ്റേക്കേഷൻ ഉണ്ട്. ആ കാണുന്നതാണ് ഞങ്ങൾ നിൽക്കാൻ പോകുന്ന വില്ല. അതിൻ്റെ അടുത്തോട്ട് എത്താനായപ്പം കുറച്ചൊക്കെ പച്ചപ്പ് കണ്ടു തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഫുള്ളൊരു പച്ചപ്പായിരുന്നു ഗൈസ്. നല്ല പച്ചപ്പും ഹരിതാപം. അങ്ങനെ നമ്മുടെ വില്ലേൻ്റെ ഗേറ്റിലും തുറന്ന് കയറിയപ്പോഴേക്കും കണ്ണിനും മനസ്സിനൊക്കെ ഒരു കുളിർമ ഗൈസ്. ഭയങ്കര ഒരു പോസിറ്റിവിറ്റി. ഈ പച്ചപ്പെല്ലാം കണ്ടിട്ടായിരിക്കും, എന്നാലും നല്ല രസമുണ്ടായിരുന്നു. മാത്രമല്ല നല്ല തണുത്ത കാറ്റും കൂടി, നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സെൽഫിയൊക്കെ ഞാൻ എടുത്തിട്ട് നേരെ ഞങ്ങൾ റൂമിലോട്ട് പോയി. ഞങ്ങൾ കുറേ നേരം കാറിൽ ഇരുന്ന് വന്നതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ക്ഷീണം തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ക്ഷീണം തീർക്കുമ്പോഴേക്കും നിങ്ങൾ പോയിട്ട് ഈ വില്ലേക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വാ. Speed to the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. എന്തായി, വില്ലയൊക്കെ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങൾ ഇവിടെ കിടന്ന് ക്ഷീണം മാറത്തോണ്ട് വിചാരിച്ചു ചായ കുടിച്ച് ക്ഷീണം മാറ്റാന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ കിച്ചണിലോട്ട് വിട്ടു. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എന്താ ഇതിന് മാത്രം ക്ഷീണം? ഒരു കാര്യമുണ്ട് ഗൈസ്, ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി ഫുൾ ആണുങ്ങൾക്കാണ്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷീണം വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ ചായ ആയോ നോക്കാൻ വേണ്ടി പോയപ്പോൾ മുളക് ബജി ഉണ്ടാക്കുന്നു. മുളക് ബജി കുറ്റം പറയാൻ പാടില്ലല്ലോ, നല്ല മുളക് ബജി ആയിരുന്നു കേട്ടോ. അങ്ങനെ ചായയും കുടിച്ചു, മുളക് ബജിയെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും റെസ്റ്റ് എടുക്കാൻ പോയി ഗൈസ്. ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് റെസ്റ്റിംഗ് ആണ് ഗൈസ്. ഞങ്ങളങ്ങനെ കുറച്ചു നേരം പുറത്തു വന്നിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ല സുഖം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു ഫുൾ വില്ലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാട്ടോ ഇത്. കാരണം ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഇച്ചിരി എസ്തെറ്റിക്കിൻ്റെ അസുഖം കൂടുതലാണ്, അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. അടുത്ത് ഞങ്ങൾ നേരെ കുതിരേനെ കാണാൻ പോയി ഗൈസ്. കുതിരേനെ കാണാനല്ല, ഹോഴ്സ് റൈഡിങ്ങിന് പോയി.
അപ്പം ഇവിടെ 2 കുതിരയുണ്ട് ഗൈസ്. ഇവിടെ കുതിരേനെ വളർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുതിരയ്ക്ക് കൊടുക്കാനുള്ള സാധനമായിരിക്കും നമ്മൾ നേരത്തെ കണ്ട ഈ പച്ചപ്പൊക്കെ. അതിൽ നിന്നായിരിക്കും കുതിരയ്ക്ക് കൊടുക്കുന്ന ഫുഡായിരിക്കും അതൊക്കെ. പച്ചലയൊക്കെ ആയിരിക്കുമല്ലോ കുതിര കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഹോഴ്സ് റൈഡിങ്ങിന് പോയി. എല്ലാവരും കുതിരയിൽ കയറി. ഞാൻ കയറില്ല ഗൈസ്, കാരണം എനിക്ക് പണ്ടൊരു വട്ടം കുതിരയിൽ കയറിയ ഒരു അനുഭവമുണ്ട്. നല്ല വേദനയാണ്. അതുകൊണ്ട് അനുഭവമുണ്ട്, ഞാൻ കുതിരയിൽ കയറിയില്ല ഗൈസ്. പിന്നെ കുതിരയിലൊക്കെ കയറിയിട്ട് വന്നിട്ട് അവർ നേരെ പൂളിലോട്ട് ചാടി ഗൈസ്. കാരണം പിള്ളേർ വന്നപ്പോൾ തൊട്ടേ ഈ പൂള് നോക്കിക്കൊണ്ടിരിക്കുവാണ്. പൂളിൽ ചാടാൻ വേണ്ടി റെഡി ആയിരിക്കുമായിരുന്നു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ വീണ്ടും നല്ല കാറ്റ് ഗൈസ്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ്. എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓപ്പൺ സ്പേസ്, ഇങ്ങനെ ഒത്തിരി ഗാർഡനുള്ള സ്പേസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു. ഇങ്ങനെ ശരിക്കും ഒരു സ്റ്റേക്കേഷനൊക്കെ മച്ച് നീഡഡ് ആണ്. കാരണം നമുക്കൊന്ന് റീഫ്രഷ് ആവാനും നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതല്ലേ. ഇങ്ങനെ വെറുതെ വന്നൊരു സ്ഥലത്ത് ഇങ്ങനെ നല്ലൊരു വൈബുള്ള സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മതി. ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഫുൾ ഒന്ന് റിഫ്രഷ് ആവും. അങ്ങനെ നൈറ്റ് ആയപ്പോൾ അടുത്ത് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അവർ നേരെ കിച്ചണിലോട്ട് പോയി. ഞങ്ങൾ ഇവിടെ ഇരുന്ന് സിനിമ കണ്ട് ചില്ല് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ എന്താ, ചിക്കൻ കറി ഉണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ളത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഇത്രയാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും അവിടെ അവരുടെ പാചകം കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും റൂമിൽ വന്നിട്ട് കുറച്ച് നേരം കത്തി അടിച്ചിട്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് ഗ്രില്ലിങ് പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലത്ത് പോയിരുന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം ആഫ്റ്റർ എ ലോങ് വെയിറ്റ് നമ്മൾ കഴിക്കാനിരുന്നു. ചപ്പാത്തിയും ഗ്രിൽ ചിക്കനും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രിൽ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് കുറച്ച് നേരം കത്തി അടിച്ച് ചില്ല് ചെയ്ത് പിന്നെ എല്ലാവരും പോയി കിടന്നുറങ്ങി. Our hearts beat to the city street. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മോർണിംഗ് കിട്ടിയിട്ട് കുറച്ച് നാളായിട്ടോ. അതായത് രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ് എയർ, കിളികളുടെയൊക്കെ സൗണ്ട്, മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയ പോലെ ഉണ്ടായിരുന്നു. ബൈ ദ ബൈ ഈ മൾബറി ട്രീ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ.
നോക്കുമ്പോൾ കുറേ മൽബറി ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട്. അങ്ങനെ മൽബറിയും കഴിച്ച് ഞാൻ വൈബും പിടിച്ച് നിൽക്കാൻ നേരമുണ്ട്. എനിക്ക് തിരിച്ച് പോകാനുള്ള സമയമായി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണ് നേരത്തെ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടേ വരുന്നുള്ളൂ. ഞങ്ങൾ നേരത്തെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഏട്ടന് പോയിട്ട് ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ്. അങ്ങനെ അതിൻ്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടെ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ വൈബ് ഒന്ന് പെട്ടിയിലാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടന്നില്ല. അപ്പം എന്തായാലും ഒരു കൊട്ടക്കണക്കിന് വൈബ് പെട്ടിയിലാക്കിക്കൊണ്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തായാലും ചെയ്യണം കേട്ടോ. നിങ്ങൾ ആരും എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വ്ളോഗുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.